പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങൾ ചാക്കോയെ ഞെട്ടിച്ചിരിക്കുകയാണ്. കുര്യച്ചൻ വന്ന DNA ടെസ്റ്റിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള കാര്യം സാന്ദ്രയെ അറിയിക്കുന്നു. എന്നാൽ ഇതേ തുടർന്ന് സാന്ദ്ര കസ്തൂരിക്കെതിരായ നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയും ഇതിനിടയിൽ കസ്തൂരിയുടെ ആൾക്കാരെ പറ്റി വിവരം ലഭിക്കുന്ന സാന്ദ്ര അവരെ പിടികൂടുന്നതിനായി എത്തുകയും ചെയ്യുന്നു. അറിയുന്ന കസ്തൂരിയുടെ ആൾക്കാർ ഉടൻ തന്നെ ചാക്കോയെയും കൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനമെടുക്കുകയും അതിനായി ചാക്കോയെയും കൂട്ടിക്കൊണ്ട് അവർ വേഗത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ ചാക്കോ അവിടെ വീണതിനെ തുടർന്ന് ചാക്കോയെ അവർക്ക് കൈവിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതായി വരുന്നു. പക്ഷേ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കാത്ത ചാക്കോ തൽക്കാലത്തേക്ക് പോലീസിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അടുത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറി നിൽക്കാൻ തീരുമാനമെടുക്കുകയും അവിടേക്ക് കയറി പറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഇവരെ പിന്തുടർന്ന് സാന്ദ്രയും മറ്റു പോലീസുകാരും എത്തുന്നു. സാന്ദ്രയും ചാക്കോയും വളരെ അടുത്തേക്ക് എത്തുന്നുവെങ്കിലും ചാക്കോ ഒളിച്ചിരുന്നതിനെ തുടർന്ന് സാന്ദ്രയ്ക്ക് ചാക്കോയെ കണ്ടെത്താൻ സാധിക്കാതെ മടങ്ങിപ്പോകേണ്ടി വരുന്നു. ഇതേ തുടർന്ന് സാന്ദ്രയുടെ അടുത്തേക്ക് വരുന്ന പോലീസുകാർ അവരും ഓടി രക്ഷപ്പെട്ടതായി വ്യക്തമാക്കിയതിനെ തുടർന്ന് അടുത്ത തവണ എന്തായാലും ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള തീരുമാനത്തിൽ സാന്ദ്ര മടങ്ങിപ്പോകുന്നു. ഈ കാര്യമെല്ലാം കസ്തൂരി അറിഞ്ഞതിനെ തുടർന്ന് സാന്ദ്രയ്ക്കെതിരെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുപ്പിക്കാനുള്ള തീരുമാനവുമായി കസ്തൂരി മുന്നോട്ടു പോകാൻ തീരുമാനിക്കുകയും അതിനായി സാന്ദ്രയ്ക്ക് മുകളിൽ നിന്ന് വിളിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു. ഇതിനിടയിൽ സാന്ദ്ര രാജലക്ഷ്മിയെ ഫോൺ ചെയ്തതിനെ തുടർന്ന് രാജലക്ഷ്മിയോട് DNA ടെസ്റ്റിന്റെ കാര്യങ്ങൾ പറയുകയും അല്ലാതെ കേസിന്റെ കാര്യം തൽക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്ര പെട്ടെന്ന് അതിന് സമ്മതിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം രാജലക്ഷ്മി പറയുകയും തനിക്ക് ഇതേപ്പറ്റി ചിന്തിക്കുന്നതിനായി കുറച്ച് സമയം കൂടി വേണമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒടുവിൽ രാജലക്ഷ്മി തന്റെ മകനെ കണ്ടെത്തുന്നതിന് വേണ്ടി DNA ടെസ്റ്റ് നടത്തുന്നതിനായി തയ്യാറായിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അറിയുന്നത് സേവ്യറിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയാവുകയും കാര്യങ്ങൾ തനിക്ക് എതിരായിട്ടാണ് വരുന്നത് എന്ന് സേവ്യർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.